ഓ നിന്റെ അച്ഛനെ എപ്പോഴും വിളിച്ചാ വേടി എന്നെ വിളിക്കാൻ സ്പെഷ്യൽ മെൻഷൻ ടു ദം. താങ്ക് യു സോ മച്ച്. ആദ്യം ഫൈനല് നല്ലവണ്ണം പരിചയപ്പെട്ടിട്ടുള്ളൂ. ഇവനെങ്ങനെയാണ് ഇങ്ങനെ തല്ല് വാങ്ങിക്കാൻ പറ്റണം? ഇവന് കളിയാണോ വന്നവര് കളി കണ്ടിട്ട് പോണല്ലേ? കളിയണം വന്നൊരു കളി കണ്ടിട്ട് പോണല്ലോ. നാട്ടുകാരെ ഉപദേശിക്കാൻ സദാചാരം കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അമ്മാവൻ വൈബായിട്ട് ഒരാണും പെണ്ണും നിന്ന ഉടനെ ബോയ് ഫ്രണ്ട് ആണോ? എന്തൊക്കെ അറിയണം. ഹലോ ഹലോ സിംഗിൾ ആണോ? റേഡിയോ പുതുക്കി സംസാരിക്കൂ. അല്ല നീ ഡബിൾ ആക്കി കൊടുക്കൂ. ഹലോ നമ്മളോ? ഏത് നമ്മള്? പണമായിരിക്കാണ്. പൈലറ്റിന്റെ പടം ഫോർ ദ പീപ്പിൾ കഴിഞ്ഞിരിക്കുകയാണ്. വിന്നർ ആയിരിക്കുന്നത് സോറി അവിടെ ചിക്കൻ കറി കിട്ടില്ല. അത് അവിടെ നല്ല നല്ല പച്ചക്കറി മാത്രമേ കിട്ടുള്ളൂ. വെൽക്കം. സോറി ഇത് കഴിഞ്ഞ് തരാം. പറഞ്ഞേ പറഞ്ഞത് കണ്ണാപ്പി നിന്റെ നാക്കുണ്ടല്ലോ വെട്ടി അരിഞ്ഞ് ഞാൻ കടലെറിയും. എല്ലാരും കമ്പനിയാണ്. അതുകൊണ്ടാണ് നിങ്ങള് അത് ക്ഷമിക്കുമെന്ന് ബ്രോ കേറട്ടെ. കേറാം വല്ലയിടത്തും കേറും. സാറേ അവനെ ഒന്ന് കേറാത്ത അല്ല ബ്രോ ഒന്ന് കേറാത്തന്നെ കുഴപ്പമുണ്ട്. അവനെ ഇറക്കി വിടും ഇങ്ങോട്ട്. അവനെ ഒന്ന് കേറിയ അവന് പ്രശ്നമില്ല. ഒന്ന് കേറാത്തന്നെ കുഴപ്പമാണ് കാണിക്കുന്നത്. കുറച്ച് ദിവസമായി. അപ്പോ നമ്മുടെ Epic Fight 2026 sponsored by TRS. നമ്മുടെ അടുത്ത ലാസ്റ്റ് സെമി ഫൈനൽ സാർപ്പട്ട വേഴ്സസ് B13. ഓ മൈ ഗോഡ് വാട്ട് എ മാച്ച്. ഏറ്റവും താഴെ കൊണ്ട് വെച്ചേക്കാം. കമന്ററി പറയണെങ്കിൽ ഇറക്കി വിട്. ഇത് ഇവർക്കും ആ ഓർഡറിൽ തന്നെ ആയിരിക്കും കാണിക്കുന്നേ. അതാ എന്റെ ഡൗട്ട്. കോമാളി കറക്റ്റ്. നീ ഒന്നാം നമ്പർ ഒന്നാം നമ്പർ ഡോണ ഡോണ സർപ്പട്ട സാർപ്പാട്ടയിലെ ഓരോരുത്തരായിട്ട് സാർപ്പാട്ട ചന്ദ്രൻ ഇതാ ടിവിയിലെ ചന്ദ്രൻ കയറിയിരിക്കുകയാണ്. സർപ്പാട്ട മില്ലറ്റ് മോഹൻ. സാർപ്പാട്ട താഴെ പറഞ്ഞ പേരെന്താന്ന് കേൾക്കുന്നില്ല. അയാൾ പോയിരിക്കാണ്. പിന്നെ പ്രൈസ് സ്കൂളൊന്ന് കൂട്ടിയിട്ടുണ്ട്. നിങ്ങളെ ഉന്മേഷം കൂടാൻ വേണ്ടി പ്രൈസ് സ്കൂള് ഇപ്പൊ നമ്മള് 35 ആയിരുന്നു ഓൾ ടോട്ടലി.
അത് നമ്മൾ 65 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. സ്പോൺസർ 65 കോടിയാണോ വിന്നറിന് നമ്മളൊരു 35 ഉണ്ടാവും. അടുത്തത് B13 ആളുകളെ പേര് പറഞ്ഞിട്ട് താഴെ കൂടെ എൻട്രി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് മൈതാനത്തിന്റെ ഇടത് ഭാഗത്ത് കിഴക്കിന്റെ ഓപ്പോസിറ്റ് ഏതാ ഗൈസ്? കിഴക്കിന്റെ കിഴക്ക് തെക്ക് ഭാഗത്ത് മൈതാനത്തിന്റെ തെക്ക് ഭാഗത്ത് നമ്മുടെ B13ലുള്ള ഓരോരുത്തരായിട്ട് B13 ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള താങ്ക്സ് ഉണ്ട്. അത് നമുക്ക് പറയാൻ പണ്ടത്തെ പേഷ്യന്റ് ആയിട്ട് അണ്ണനെ പരിചയപ്പെടാൻ വേണ്ടിട്ട് കുറെ ദിവസമായി നടക്കുന്ന അണ്ണനെ പരിചയപ്പെടാൻ വേണ്ടിട്ട് കുറെ ദിവസമായി നടക്കുന്നു. ഇന്നലെ പറഞ്ഞതാണ് ശ്രദ്ധിച്ചില്ല. കുറെ ദിവസമായി എന്നോട് പറഞ്ഞ അവസരം കിട്ടിയാലേ പരിചയപ്പെടാൻ എടാ ഈ പുള്ളിയല്ലേ മറ്റേ ഡോക്ടർ സോളോ ക്യൂവോ പുള്ളിയല്ലേ അത്? പുള്ളിയുടെ വീഡിയോക്ക് അത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഉള്ള സമയത്ത് ഒരു RP ഉണ്ടായിരുന്നു. അമ്മോ നിങ്ങൾ ഓക്കെ അല്ലേ? എടാ വാക്കിംഗ് സ്റ്റൈൽ നോർമൽ ആണോ നിങ്ങളൊക്കെ ഇട്ടേക്കുന്നേ? എല്ലാരും കറങ്ങിക്കോണേ. റൈറ്റ് ഇറങ്ങിയിട്ട് രണ്ടുപേരും അത് കൂടെ ഞാൻ നടക്കൂല. എല്ലാവരും കണ്ടത്തിലൂടെ ഓടുകയാണ്. സർപ്പാട്ട ഒന്നും നോക്കുന്നില്ല. B13 അതേപോലെ തന്നെ ഉത്രാഷിനെ കണ്ടിട്ടില്ല. എല്ലാവരുടെയും വട്ടിയെടുത്ത് അടിച്ചേ പെരുത്തടിയാണ് പെരുത്തടി. ചന്ദ്രന്റെ എല്ലാം കിളി പോയിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയില്ല. എല്ലാവരും ഓടി അടിക്കുകയാണ്, ചാടി അടിക്കുകയാണ്, പറന്നിരിക്കുകയാണ്. ചോര ചിത്രത്തെ എല്ലാവരും എന്താണിത്? നീ പറന്ന പോരാട്ടം പോരാട്ടം അതേപോലെ തന്നെ B13 പിന്നെ ഇവരെ സർപ്പാട്ടിന്റെ ആൾക്കാരൊന്ന് ഫസ്റ്റ് നോക്കിയേ. EMS കൊണ്ട് ഫസ്റ്റ് നോക്കിച്ചേ സർപ്പാട്ടിനോട്. അയ്യോ ആ ബാക്കപ്പ് ഒന്നും തറയിട്ട് അടിച്ചേ തന്നെ കേട്ടോ ഇവിടെ ഇട്ട്. ഞാനിവിടെ പറഞ്ഞു വീണായിരുന്നു. കണ്ണുനീര് വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ DRS സംഘടിപ്പിക്കുന്ന Epic Fight 2026 അടുത്ത ഫൈനലിലേക്ക് എലക്ട് ആയിരിക്കുന്നത് നമ്മുടെ ഇല്ല അതിപ്പോ എന്തായാലും വെളിയിൽ ഇറങ്ങണം കഴിയുന്നത്. കൺഗ്രാറ്റുലേഷൻ സർപ്പാട്ട. അതേപോലെ തന്നെ ഗുഡ് വെൽഡൺ നമ്മുടെ B13 വെളിയിൽ ഇറങ്ങിട്ട് ഹീൽ ചെയ്യാം. ആരെങ്കിലും എനിക്കൊരു ഷോട കൊണ്ടുപോടാ. ഷോട ഒരു ഷോട രണ്ട് പുട്ടും. നിന്നോട് ചോട കുടിക്കാനില്ല എനിക്ക്. അവിടെ നിക്കുന്ന നമ്മളോട് ആയിരിക്കും അടുത്ത്. ബോയ്സ് എവിടെ ഉണ്ട് ഞാൻ കണ്ണന് ടീങ്കില്ല. ആരൊക്കെ ചത്ത്? ഞാനും കണ്ണന് ടീങ്കില്ല. ഇങ്ങോട്ടോ എടാ എല്ലാരും ഇങ്ങോട്ടോ. ബോയ്സിലേക്ക് ഈ അടി കൊണ്ട് വീണാലേ നൈസേട്ടൻ കിടന്നോണം കേട്ടാ. അടി കൊണ്ട് വീണാലേ നൈസേട്ടൻ കിടന്നാ മതി. റിഫ്രഷ് ഉപയോഗിക്കാം. പിന്നെ ലൈഫ് പോകുമ്പോ മറ്റേ റേഡിയോ പിടിച്ച ലൈഫ് അടിക്കുള്ളൂ, കാണാൻ പറ്റില്ല. നമ്മളൊരു ഫൈനൽ
ഫൈനലാണോ? അല്ലല്ല നമ്മൾ അവരോട് ഈ ഗ്രൂപ്പിൽ ഫൈനൽ ക്വാളിഫയേഴ്സ് അല്ലേ? എടീ അതെ നമ്മുടെ വിജയം അലീന പൈസ കൊടുത്ത് വന്നിട്ടാണ് എന്തിനാടാ ഇങ്ങനെ ചെയ്യണേ? നമ്മള് മിക്കവാറും ഹെവി ആയിട്ടായിരിക്കും കേട്ടോ ഓപ്പോസിറ്റ്. അവരോട്ടായിരിക്കും അല്ലേ? അല്ലേ ഒരു ടീമിന്റെ കുറവ് വന്നിട്ടുണ്ട്, അപ്പൊ വേറെ ടീമായിട്ടായിരിക്കും നമ്മൾ. അപ്പൊ നമുക്ക് വേറെ ടീമായിട്ടോ അവര് ഫൈനലിലേക്ക് കയറിയോ? അല്ലല്ല അവരും ഫൈനലിൽ കയറട്ടെ. അവര് അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള ഒരാളോട് അടിക്കും, നമ്മളും അപ്പുറത്തെ ഗ്രൂപ്പിലുള്ള ഒരാളോട് അടിക്കും. തതി ജയിക്കുന്ന ആരും ഫൈനല് അങ്ങനെ വെച്ചു. ഇനിയിപ്പോ എത്ര റൗണ്ട് അടിക്കണം? 2 റൗണ്ടോടെ ആയിരിക്കും. 2 1 അതിപ്പോ അറിയാൻ പറ്റും. നമ്മളിത് തോറ്റ ഇനി റൗണ്ട് ഇല്ല. നമ്മള് തോക്കാനോ? നമ്മള് പൈസ കൊടുത്തിട്ടാണ്. പക്ഷെ നമ്മള് ലാസ്റ്റ് കളി 4 പേര് 3 പേരെ ബാക്കി ഉണ്ടെന്നുള്ളൂ കേട്ടാ. അണ്ണാ ഞാൻ പറഞ്ഞോ, അണ്ണാ ഒരാളെ എല്ലാരും ഇട്ട് അടിക്കില്ല. ഞാനൊരു കാര്യം വേണ്ട, ലാസ്റ്റില് ഒരാളൊക്കെ വരുമ്പോ എല്ലാരും കൂടെ അടിക്കാൻ പോവാതെ 1-2 പേരൊക്കെ അല്ല ലാസ്റ്റിലല്ല, തുടക്കത്തിലെ 1v1 അടിച്ച് ഇതാക്കുന്നതാണ് നല്ലത്. കൂട്ടത്തി ഒന്ന് അടിക്കോടാ. ഞാൻ പോയി ഇവിടെ 2 പേര് കേട്ടോ. എനിക്ക് 2 കിട്ടി. പൈസ കൊടുത്തിട്ടാണ് കപ്പ് വാങ്ങിക്കുന്നത്. പിന്നെ ഓർഗനൈസേഴ്സിനെ തല്ലിയിട്ടല്ലേ കപ്പ് മേടിക്കൂലേ? അത്ര ഉള്ളല്ലോ അണ്ണ. കപ്പിനൊരു നമ്മള് മിക്കവാറും മോസ്റ്റ്ലി XT ആയിട്ടായിരിക്കും ഫൈറ്റ്. MRC ചപ്പിരീസ് ഡ്രോപ്പ് നമ്പറാ? MRC ചാപ്സ് ആണോ? തൽക്കാലം മഞ്ഞയിലെ ആദ്യത്തെ 2 പേര് ഇപ്പഴേയും കൊന്നാലോ. എന്നിട്ട് പിന്നെ മഞ്ഞ പച്ചയും കൂടെ ഉള്ളു ഇനി മനസ്സിലായോ മെയിൻ ആയിട്ട്. ബാക്കി ഒരു ടീം പോയി. എന്താ പോയത് നിനക്ക്? പൈസ മേടിക്കുന്നത് ഇനി അധികം ഡിലേ ഒന്നും ഉണ്ടാവില്ല ഗൈസ്. എത്രയും പെട്ടെന്ന് ഇവന്റ് എൻഡ് ആവുന്നതായിരിക്കും. നമ്മുടെ ഇവന്റ് എന്റെ പണ്ടത്തെ കലിപ്പാവും ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ വരും. എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ വിളിക്കുന്നത് ഒന്ന് കൈവന്തിക്കാവോ സാറേ? അപ്പൊ വേറൊന്നുമല്ല, ഓൾ ദ ബെസ്റ്റ്. നിങ്ങളാണ് നമ്മുടെ ചിമ്പുവിന് 4 അടി അടിച്ചായിരുന്നേ. അപ്പൊ അത് ഞാനല്ല, ചിമ്പു അല്ല, അത് ചിമ്പു പറഞ്ഞു ഉത്തമോനാണ്. ഈ ചിമ്പു ഒരാളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാമോ? സാറേ അതാ വരുന്നത് സാറേ, ഈ വരുന്നതാണ് ചിമ്പു. ഇങ്ങനെ ഒരാളെ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വല്ല മനുഷ്യത്തല്ലേ ഇതാണ് ഉത്തമോനൻ. ഉത്തുമോഹനാണ്. അത് ആൾക്ക് പേര് മാറിപ്പോയതാ, വേറെ ഉത്തുമോഹനായിരിക്കും. അല്ല, മോഹനൻ എന്നാണ് പറഞ്ഞത്. അല്ല, ഇഷ്ടംപോലെ മോഹന്മാരുണ്ട്. എന്റെ മില്ലറ്റ് ആണ്, എന്റെ മില്ലറ്റ് മോഹൻ. ഇല്ല അത് ആള് മാറിയത് ഞാനല്ല. എന്തോ കേട്ടില്ല. ഇല്ല ഞാനല്ല. നിങ്ങളെ കൊല്ലേണ്ട ആവശ്യം. നമ്മള് തമ്മിൽ പ്രാക്ടീസ് ചെയ്യാനെങ്കിലും പറഞ്ഞ ആളുടെ തലയ്ക്ക് വല്ലോ ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല.
ഞാൻ അവിടെ നിൽക്കുമ്പോഴേ ഫോട്ടോ എടുത്തപ്പോ സാറ് ഒന്ന് റെഡി അടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് ഞാനല്ല, എന്റെ ആവശ്യമുള്ള 2-3 പേര് വേറെ ഉണ്ട് ഇതിനകത്ത്. ഇന്നലെ ആരും കാണുന്നില്ല. മോഹൻ സാറേ അപ്പൊ പോയിട്ട് വന്നു. All the best. ഞങ്ങള് മുകളിലോട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടോ? നിന്നെ ഒരു ദിവസം നിന്റെ വായിക്കകത്തൂടെ കമ്പി കയറ്റിയിട്ട് നിന്റെ ബാക്കിൽ കൂടെ ഇറക്കും. എന്നിട്ട് തിന്നും പോരങ്ങ. ഇവന്റെ മുഖം കാണുന്നിടത്ത് എനിക്കങ്ങ് ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ സാബ്ഗുരു അസോസിയേറ്റ് നെക്സ്റ്റ് വീക്ക് നടത്തുന്ന ഒരു ഇവന്റ് ഉണ്ട്. അത് ക്യാഷ് പ്രൈസിൽ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്നതാണ്. അങ്ങേറെ കാറും കൊണ്ടു മേടിച്ചിട്ട് ഇരുന്ന് മേലോട്ട് വരുമോ? മേലോട്ട് വരുമോ? സബ്ഗുരു മേലോട്ടോ? അപ്പൊ നമ്മുടെ അണ്ണനും പോസണ്ണനെ ചൂസിട്ടാൻ ആരാടാ ഇത്? എല്ലാരും റിപ്പോർട്ട് അടിച്ചു എല്ലാരും നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സെന്റർ ചെയ്യുന്നു. നിങ്ങൾ ഇറങ്ങി അടിക്കുക പറിക്കുക. നമ്മൾ സെന്റർ പോയിട്ട് നമ്മള് ബ്ലോക്ക് ചെയ്യും. കറങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ നമ്മള് കറങ്ങി വന്നോളാം. ഇറങ്ങി അടിച്ചോളാം, അടച്ചോളാം. നമ്മളെ ഉള്ളൂ. ഉറങ്ങി വീഴല്ലേ? എല്ലാം റെഡിയല്ലേ? ഊത്ത് മോഹനം മതി. ഫിക്സ് ചെയ്ത് ജനങ്ങളത് ഏറ്റെടുത്ത്. അണ്ണന്ന് ചാറ്റി നോക്കില്ല, ജനങ്ങളത് ഏറ്റെടുത്ത്. ഊത്ത് മോഹനാണോ ഇപ്പൊ ചാറ്റ് ഏറ്റെടുത്തത്? എല്ലാരും ഒത്തിരി ഓടണ്ടായ രാവിലെ കൂട്ടി വെച്ചോ. അങ്ങനെ ഇവന്റിന്റെ അവസാനമായ തുടങ്ങാൻ പോവുകയാണ്. സർപ്പട്ട ബോയ്സ് വേഴ്സസ് ശരവണ ബോയ്സ്. എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ടാവുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ആ പരിപാടി ഒരു സക്സസ്ഫുൾ ആയ ഒരു വിജയമാക്കി തീർക്കാൻ വേണ്ടി സഹകരിച്ച ടീമിന്, അവര് പരിപാടി നടത്തിയ ബാക്കിയുള്ള മെമ്പേഴ്സിനും ജോയിൻ ചെയ്തവർക്കും എല്ലാവർക്കും 1000 എക്സലന്റിസിന്റെ ഭാഗത്തു നിന്ന് രേഖപ്പെടുത്തുന്നു. അപ്പൊ ഗൈസ്, മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്ത് സർപ്പട്ട ബോയ്സ് എപ്പോഴത്തെയും പോലെ എല്ലാത്തിനും റെഡി. രണ്ട് ജമ്പിംഗ് ജാക്സ് എല്ലാം അടിച്ചുകൊണ്ട് നമ്മുടെ ശരവണ ഞാൻ പറയും അവരെല്ലാം കൊണ്ടും റെഡിയാണ്. അതേപോലെ തന്നെ മൈതാനത്തിന്റെ തെക്കേ ഭാഗത്ത് നമ്മുടെ ശരവണ ബോയ്സ് അത് പറയാം. ഞാൻ മറക്കില്ല. ഇവിടെ ബ്ലാക്ക് ഒന്ന് ഇറങ്ങോ, യെല്ലോ ഒന്ന് ഇറങ്ങോ, 2 ബ്ലാക്ക് ഇറങ്ങോ. അപ്പൊ ഗൈസ്, നമ്മളെല്ലാം സ്പോൺസർഡ് ബൈ ടിആർഎസ് ഇൻ അസോസിയേഷൻ വിദ്യാലയയുടെ ഫൈനൽ നമ്മൾ ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. സർപ്പട്ട വേഴ്സസ് നമ്മുടെ ശരവണ പവൻ ബോയ്സ്. ഫൈനലിന്റെ പേര് ഡിലേ ആവില്ല. ഇപ്പൊ തുടങ്ങല്ലേ എല്ലായില്ലേ? ചെരുപ്പ് വേണമെങ്കിൽ ഒരുക്കോട്ടെ. ചെരുപ്പ്
എന്തിനാ ചെരുപ്പൊക്കെ എന്തിനാ? അപ്പൊ guys, ചരിത്ര താളുകളിൽ എഴുതി വെക്കേണ്ട ഒരു മാച്ച് ആയിരിക്കും ഇത്. സർപ്പട്ട ബോയ്സ് എന്തിനും പോന്ന 7 ചൊണക്കുട്ടികൾ ഇതാ സർപ്പട്ട ബോയ്സ് മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്ത് വടിയെല്ലാം കൈകളിൽ ഏന്തിക്കൊണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തിന്നാൻ മാത്രമല്ല ഞങ്ങൾക്ക് ഇടിക്കാനും വേണ്ടി വന്നാൽ 2 പൊട്ടിക്കാനും പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരവണ ബോയ്സ് പ്രശ്നം ഉണ്ടാക്കിയാട്ടാ. എന്റെ താഴെ നീ ഒന്ന് പോടാ. അപ്പൊ സർപ്പട്ട ബോയ്സ് വേഴ്സസ് ശരവണ ബോയ്സ് നൈസ് ആയിട്ട് നമ്മുടെ ഫൈനൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ടാവുന്നതിന് മുന്നേ അതിന് ശേഷം ഇല്ല ഞാൻ തുടങ്ങില്ല ഞാൻ പൊലിപ്പിക്കുന്ന തുടങ്ങൂലേ ഇത്? ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു ഇവന്റിനകത്ത് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ പേര് ഹാഷ്ടാഗ് അടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് മോളി നോക്ക് കൊറേ നേരം തൊട്ട് മുകളിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ടായിരുന്നു. വിജയ് ഫുൾ സ്പീച്ച്. പാർട്ടി കിട്ടും നാട്ടാ. ശബ്ദം പോയാ എല്ലാവരും? അപ്പൊ ലാസ്റ്റ് മാച്ച് ആയതുകൊണ്ട് ശരവണ ബോയ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒരാള്, വെൽക്കം ശരവണ ബോയ്സ് ക്യാപ്റ്റനായിട്ടുള്ള ആള് മൈതാനത്തിന്റെ നടുക്ക് പോയിട്ട് ഒതുക്കി കൊടുത്ത് വരണമെന്ന് വിനീതമായി നിങ്ങൾ ഈ അറിയില്ലേ യാതൊരു സർപ്പട്ടെത്തി ഒന്ന് SBB ക്യാപ്റ്റനോടൊന്ന് വരാൻ പറഞ്ഞു. നിങ്ങളുടെ അവിടെ ഒന്ന് ലീഡറോടൊന്ന് വരാൻ പറയോ? ഓക്കെ സ്റ്റാർട്ട് ചെയ്തത് അമ്മര് വന്നില്ല. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ദ എപ്പിക് ഫൈറ്റ് ഫൈനൽ സ്റ്റാർട്ട്സ് ഇൻ ദ കൗണ്ട്. നമ്മുടെ കറങ്ങുന്നു നടുക്ക് നമ്മള് കറങ്ങുന്നു. അയ്യോ തല്ലല്ലടാ കൊല്ലല്ലടാ. നിങ്ങൾ കാണണം ഗൈസ്, നിങ്ങളിത് കാണുക. Oh my god, Sarravana Bhavan boys നമ്മുടെ ഒരു epic fight ൽ 1v1 situation. What a fight guys, ഇത് കൊള്ളാർന്നു. Congratulations Sarvanavan boys and GG well played ടാ. better luck next time. വീഡിയോഗ്രാഫി അതേപോലെ തന്നെ